ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു കൊച്ചു സുന്ദര രാജ്യം നേപ്പാൾ. കൈലാസവും പശുപതിനാഥ് ക്ഷേത്രവും ബുദ്ധന്റെ ജന്മഗേഹവും ഒക്കെയായി നമ്മളുമായി രക്തബന്ധം പോലെ ചേർന്ന് നിൽക്കുന്ന ഒരിടം. പക്ഷേ ആ ശാന്തതയ്ക്കിടയിൽ ഇന്ന് വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിലെ ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാരൻ ഇന്ന് ഇന്ത്യയുടെ സുരക്ഷയിലെ ഏറ്റവും വലിയ വിള്ളലായി മാറിക്കൊണ്ടിരിക്കുകയാണോ? പാകിസ്ഥാൻ അതിർത്തിയിൽ തോക്കുകൾ കൊണ്ട് വേലി കെട്ടുമ്പോൾ നേപ്പാൾ വഴി നിശബ്ദമായി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഭീഷണികൾ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? ഒരു കാലത്ത് രാമായണവും ബുദ്ധമതവും കോർത്തിണക്കിയ നമ്മുടെ ബന്ധം ഇന്ന് മുറിഞ്ഞു പോവുകയാണോ? ഇന്ത്യയുടെ അതിർത്തിയിലെ ഏറ്റവും വലിയ വിള്ളലായി നേപ്പാൾ മാറിക്കഴിഞ്ഞു. കാഠ്മണ്ഡുവിൻ്റെ തെരുവുകളിൽ ചൈനീസ് ചാരന്മാർക്കും പാകിസ്ഥാൻ ഭീകരർക്കും എന്താണ് കാര്യം? അറിയാം, ഹിമാലയത്തിലെ മാറുന്ന രാഷ്ട്രീയവും ഇന്ത്യ നേരിടുന്ന നിശബ്ദ ഭീഷണിയും. ചാണക്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ മഞ്ഞു പുതച്ചു കിടക്കുന്ന സുന്ദരമായ ഒരു കൊച്ചു രാജ്യമാണ് നേപ്പാൾ. ലോകത്തിൻ്റെ നെറുകയായ എവറസ്റ്റ് തലയുയർത്തി നിൽക്കുന്ന ഈ നാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു അയൽരാജ്യമല്ല. ഇത് നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ സംസ്കാരമാണ്, അതിലുപരി ഇന്ത്യയുടെ ഒരു രക്തബന്ധമാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ വടക്ക് ചൈനയ്ക്കും തെക്ക് ഇന്ത്യക്കുമിടയിൽ ഞെരിഞ്ഞമർന്നു കിടക്കുന്ന ഒരു ബഫർ സ്റ്റേറ്റ്. ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിച്ചത് വളരെ കൗതുകകരമായ ഒരു പേരുകൊണ്ടാണ്, എ യാം ബിറ്റ്വീൻ ടു ബോൾഡേഴ്സ്. അതായത് രണ്ട് ഭീമൻ പാറകൾക്കിടയിൽ കിടക്കുന്ന ഒരു കിഴങ്ങ്. വടക്ക് ചൈന എന്ന വമ്പൻ ശക്തി, തെക്കും കിഴക്കും പടിഞ്ഞാറും ഇന്ത്യ എന്ന മഹാശക്തി. ഈ രണ്ട് അയൽക്കാർക്കുമിടയിൽ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നതാണ് നേപ്പാളിൻ്റെ നിലനിൽപ്പ്. പക്ഷേ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ചൈനയുമായുള്ള നേപ്പാളിൻ്റെ ബന്ധം രാഷ്ട്രീയവും സാമ്പത്തികവും മാത്രമാണെങ്കിൽ ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം ആത്മീയവും വൈകാരികവുമാണ്. ഈ ബന്ധത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ആധുനിക അതിർത്തി രേഖകൾക്കും പാസ്പോർട്ടുകൾക്കും എത്രയോ മുൻപ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിച്ചത് പുരാണങ്ങളായിരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ പത്നി സീതാദേവി ജനിച്ചത് നേപ്പാളിലെ ജനക്പൂരിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അയോധ്യയും നേപ്പാളിലെ ജനക്പൂരും തമ്മിലുള്ള ബന്ധം രാമായണ കാലഘട്ടം മുതൽക്കേ ഉള്ളതാണ്. ഇന്നും വിവാഹ പഞ്ചമി നാളിൽ അയോധ്യയിൽ നിന്നുള്ള വിവാഹ സംഘം ജനക്പൂരിലേക്ക് പോകുന്നത് കാണുമ്പോൾ അതിർത്തികൾ മാഞ്ഞു പോവുകയും പാരമ്പര്യം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കാര്യത്തിലും നമ്മൾ ഒരേ നൂലിൽ കോർക്കപ്പെട്ട മുത്തുകൾ പോലെയാണ്. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ പുണ്യകേന്ദ്രം കൂടിയാണ്. കാശി വിശ്വനാഥനെ തൊഴുന്ന ഭക്തൻ പശുപതിനാഥനെയും തൊഴണം എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെയാണ് നേപ്പാളിലെ മുക്തിനാഥ് ക്ഷേത്രവും ഇന്ത്യയിലെ ബദ്രിനാഥ് ക്ഷേത്രവും. ഒന്ന് മറ്റൊന്നിൻ്റെ പൂർണ്ണതയാണ്. ഇനി ബുദ്ധമതത്തിൻ്റെ കാര്യമെടുക്കാം. അവിടെയും ഇന്ത്യയും നേപ്പാളും ഒന്നാണ്. ശാന്തിയുടെ ദൂതനായ ശ്രീബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ ലുംബിനിയിലാണ്. പക്ഷേ അദ്ദേഹം ബോധോദയം നേടിയത് ഇന്ത്യയിലെ ബോധ് ഗയയിലും നിർവ്വാണം പ്രാപിച്ചത് കുഷിനഗറിലുമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും നേപ്പാളും രണ്ട് രാജ്യങ്ങൾ എന്നതിനപ്പുറം ഒരു തീർത്ഥാടന സർക്യൂട്ടിൻ്റെ ഭാഗം കൂടിയാണ്. ഈ മതപരമായ ഏകത്വം അഥവാ റിലീജിയസ് യൂണിറ്റി, അതാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ മാനസികമായി അടുപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി. ചുരുക്കത്തിൽ നേപ്പാളിലെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ വിശ്വാസികളും ഹിന്ദിയോടും സംസ്കൃതത്തോടും ചേർന്ന് നിൽക്കുന്ന അവരുടെ ഭാഷയും വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: നേപ്പാൾ ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. പലപ്പോഴും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തെ റോട്ടി ബേട്ടി കാ റിഷ്ത എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് ഇൻഡോ നേപ്പാൾ ബന്ധത്തിൻ്റെ നട്ടെല്ലുകൂടിയാണിത്. റൊട്ടി എന്നത് ഉപജീവനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് നേപ്പാളികളാണ് ഇന്ത്യയിൽ ജോലി ചെയ്ത് തങ്ങളുടെ കുടുംബം പോറ്റുന്നത്. ഇന്ത്യയിലെ ഏത് നഗരമെടുത്താലും അവിടെ കാവൽക്കാരായും ഹോട്ടൽ തൊഴിലാളികളായും മറ്റു വിവിധ മേഖലകളിലുമായും നേപ്പാളി പൗരന്മാരെ കാണാം. നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ നിന്ന് അയക്കപ്പെടുന്ന പണമാണ്. തിരിച്ചും നേപ്പാളിലെ വ്യവസായങ്ങളിലും നിർമ്മാണ മേഖലകളിലും ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്.
ബേട്ടി എന്നത് വിവാഹബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ മദേശി വിഭാഗത്തിൽപ്പെട്ടവരും നേപ്പാളിലെ ജനങ്ങളും തമ്മിൽ വിവാഹബന്ധങ്ങൾ സർവ്വസാധാരണമാണ്. ബീഹാറിലെയും യു.പിയിലെയും കുടുംബങ്ങൾക്ക് നേപ്പാളിൽ ബന്ധുക്കളുണ്ടാകും. തിരിച്ചും അങ്ങനെ തന്നെ. പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അതിർത്തി കടക്കാമെന്ന സൗകര്യം ഈ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്തത്ര സവിശേഷമായ ഒരു ജനകീയ ബന്ധമാണിത്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നത് 1950 ഒപ്പുവെച്ച ഇൻഡോ നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടിയാണ്, അഥവാ ഇൻഡോ നേപ്പാൾ ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പാണ്. അന്നത്തെ നേപ്പാൾ പ്രധാനമന്ത്രി മോഹൻ ശംഷറും ഇന്ത്യൻ അംബാസഡർ ചന്ദ്രേശ്വർ നാരായൺ സിംഗുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. ഈ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന അതിർത്തി അഥവാ ഓപ്പൺ ബോർഡർ എന്ന ആശയത്തിന് നിയമപരമായ സാധുത നൽകുന്നതും. കൂടാതെ നേപ്പാളി പൗരന്മാർക്ക് ഇന്ത്യയിലെ സിവിൽ സർവീസിലെ ചില തസ്തികകൾ ഒഴികെയുള്ള സർക്കാർ ജോലികൾ നേടാനും അവകാശമുണ്ടായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ നേപ്പാൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യയുമായി ആലോചിക്കണം എന്നിങ്ങനെയുള്ളവയാണ് ഇതിലെ പ്രധാന ഉടമ്പടികൾ. ഈ ഉടമ്പടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ പ്രാധാന്യമുള്ളതായിരുന്നു. ഹിമാലയത്തെ ഇന്ത്യയുടെ വടക്കൻ സുരക്ഷാ മതിലായി കാണുന്ന നെഹ്റുവിയൻ നയത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ചൈനയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ നേപ്പാൾ ഇന്ത്യയുടെ സുരക്ഷാ കുടക്കീഴിൽ നിൽക്കണമെന്ന് ഇന്ത്യ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നേപ്പാളിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ കരാർ ഇന്ത്യക്ക് അനുകൂലമാണെന്നും നേപ്പാളിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന ശില ഈ കരാർ തന്നെയാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉരുക്കുകോട്ട അത് ഇന്ത്യൻ സൈന്യത്തിലെ ഗൂർഖ റെജിമെൻ്റ് തന്നെയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി നടന്ന എല്ലാ യുദ്ധങ്ങളിലും മുൻനിരയിൽ നിന്ന് മരണം പോലും ഭയക്കാതെ പോരാടിയവരാണ് ഗൂർഖകൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയ ഈ പാരമ്പര്യം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ കാത്തുസൂക്ഷിച്ചിരുന്നു. ഇന്ത്യൻ ആർമിയിലെ 7 ഗൂർഖ റെജിമെൻറ്റുകളിലായി 30,000-ലധികം നേപ്പാളി പൗരന്മാരാണ് നമ്മുടെ സുരക്ഷയ്ക്കായി തോക്കേന്തി നിന്നിരുന്നത്. വിരമിച്ച ശേഷം ലക്ഷക്കണക്കിന് ഗൂർഖ സൈനികർക്ക് ഇന്ത്യ നൽകുന്ന പെൻഷൻ അത് നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുകൂടിയായിരുന്നു. പക്ഷേ 2022 കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അഗ്നിപഥ് പദ്ധതി വന്നതോടെ ചരിത്രത്തിലാദ്യമായി ഗൂർഖ റിക്രൂട്ട്മെന്റ് നിലച്ചു. ഇന്ത്യ കൊണ്ടുവന്ന അഗ്നിപഥ് പദ്ധതി അംഗീകരിക്കാൻ നേപ്പാൾ തയ്യാറായില്ല. 1947 ത്രികക്ഷി കരാറിൻ്റെ ലംഘനമാണ് ഇതെന്നായിരുന്നു നേപ്പാളിൻ്റെ വാദം. ഇതൊരു ചെറിയ വിള്ളലല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സൈനിക ബന്ധത്തിലാണ് വിള്ളൽ വീണത്. ഇവിടെയാണ് നേപ്പാളിൻ്റെ രാഷ്ട്രീയ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രാജഭരണം അവസാനിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരികയും ചെയ്തതോടെ നേപ്പാൾ ഇന്ത്യയിൽ നിന്ന് അകലാൻ തുടങ്ങി. ഇന്ത്യയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതായിരുന്നു അവരുടെ പുതിയ നയം. ഇതിന് ആക്കം കൂട്ടിയത് 2015 ആ അനൗദ്യോഗിക ഉപരോധമാണ്. ഭരണഘടനാ തർക്കങ്ങളെ തുടർന്ന് അതിർത്തികൾ അടഞ്ഞപ്പോൾ പെട്രോളും മരുന്നും കിട്ടാതെ നേപ്പാൾ ജനത വലഞ്ഞു. അത് മുതലെടുത്തത് ചൈനയാണ്. സഹായഹസ്തവുമായി അവർ എത്തി, ഒപ്പം തങ്ങളുടെ സ്വാധീനവും ഉറപ്പിച്ചു. അങ്ങനെ നേപ്പാൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി. ഇനിയാണ് അപകടം. ഹിമാലയം തുരന്ന് അവർ ഉണ്ടാക്കുന്ന ട്രാൻസ് ഹിമാലയൻ മൾട്ടി ഡയമെൻഷൻ കണക്ടിവിറ്റി നെറ്റ്വർക്ക്. ടിബറ്റിലെ ലാസയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കും അവിടെ നിന്ന് ലുംബിനിയിലേക്കും നീളുന്ന ആ റെയിൽപാത അതൊരു സാധാരണ ട്രെയിൻ സർവീസ് അല്ല. ഓർക്കുക, ലുംബിനി ഇന്ത്യയുടെ അതിർത്തിക്ക് തൊട്ടടുത്താണ്. ചൈനീസ് റെയിൽവേ അവിടെ എത്തുക എന്നാൽ ചൈനയുടെ സൈനിക നീക്കങ്ങൾ ഇന്ത്യയുടെ ഉമ്മറപ്പടിക്കൽ എത്താറായി എന്നർത്ഥം. പോരാത്തതിന് നേപ്പാളിലെ സ്കൂളുകളിൽ ചൈനീസ് ഭാഷ നിർബന്ധമാക്കുന്നു. പൊക്കാറ എയർപോർട്ട് പോലുള്ള വമ്പൻ പദ്ധതികൾ നേപ്പാളിൽ നടപ്പിലാക്കുന്നു. ഇങ്ങനെയുള്ള നീക്കങ്ങളിലൂടെ ചൈന അവരുടെ സോഫ്റ്റ് പവർ നേപ്പാളിൽ ശക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ പണം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന തന്ത്രം. എന്നാൽ കളി ഇവിടെയും തീരുന്നില്ല. ഇന്ത്യക്കും ചൈനയ്ക്കും പുറമെ മൂന്നാമതൊരു ശക്തി കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ട്: അമേരിക്ക. അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രത്തിൻ്റെ ഭാഗമായി നേപ്പാളിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തിടെ അമേരിക്കയുടെ മില്ലേനിയം ചലഞ്ച് കോർപ്പറേഷൻ അഥവാ MCC ഗ്രാൻഡ് നേപ്പാൾ പാർലമെൻറ്റ് അംഗീകരിച്ചത് ചൈനയുടെ കടുത്ത അനിഷ്ടത്തിന് കാരണമായിരുന്നു. $500 മില്യൺ സഹായം. നേപ്പാളിലെ വൈദ്യുതിയും റോഡുകളും വികസിപ്പിക്കാൻ എന്ന പേരിലാണ് പണം നൽകുന്നതെങ്കിലും ലക്ഷ്യം വ്യക്തമാണ്. ചൈനയുടെ സ്വാധീനം തടയിടാൻ അമേരിക്ക നേപ്പാളിനെ ഒരു തന്ത്രപരമായ പങ്കാളിയായി മാറ്റുകയാണ്.
നേപ്പാൾ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് ഇന്ത്യയുമായുള്ള ആത്മീയവും സാംസ്കാരികവും ജനകീയവുമായ പൊക്കിൾക്കൊടി ബന്ധം, മറുവശത്ത് ചൈന വാഗ്ദാനം ചെയ്യുന്ന വമ്പൻ വികസന പദ്ധതികളും പണക്കിഴിയും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ കേവലം ഒരു അയൽരാജ്യമല്ല, അത് നമ്മുടെ സുരക്ഷയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കാഠ്മണ്ഡുവിലെ ഓരോ ചെറിയ ചലനവും, അത് രാഷ്ട്രീയമായാലും സുരക്ഷാപരമായാലും, ഡൽഹിയെ നേരിട്ട് ബാധിക്കും. നേപ്പാൾ കൈവിട്ടുപോയാൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഹിമാലയത്തിലെ കവചം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഭൂപടം ഒന്ന് നിവർത്തി വെച്ചാൽ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായും ഉടക്കി നിൽക്കുന്നത് വെടിയൊച്ചകൾ നിലയ്ക്കാത്ത പാകിസ്ഥാൻ അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ചൈനീസ് അതിർത്തിയിലേക്കോ ആയിരിക്കും. എന്നാൽ ഇതിനേക്കാളേറെയോ അല്ലെങ്കിൽ ഇതിനൊപ്പമോ തന്ത്രപരവും അതിലേറെ അപകടകരവുമായ ഒരു ഭീഷണി ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ നിശബ്ദമായി പുകയുന്നുണ്ട്. ഉത്തർപ്രദേശ് മുതൽ സിക്കിം വരെ 1751 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഇൻഡോ നേപ്പാൾ അതിർത്തി. പാകിസ്ഥാനുമായോ ബംഗ്ലാദേശുമായോ ഉള്ള അതിർത്തികൾ പോലെ വേലികൾ കൊണ്ട് തിരിച്ചിട്ട ഒന്നല്ല ഇത്. ഇതൊരു തുറന്ന അതിർത്തിയാണ്. വലിയ തോതിൽ സൈനിക വിന്യാസമില്ലാത്ത, ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ അതിർത്തി കടന്നു പോകാൻ സാധിക്കുന്ന ഒരിടം. പക്ഷേ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സൗഹൃദവും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് ഇന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവരുടെ ആയുധമാക്കി മാറ്റുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും ഇൻ്റലിജൻസ് ഏജൻസികളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ആയുധങ്ങളും കള്ളപ്പണവും കടത്താനും ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും സുരക്ഷിതമായ പാത അത് നേപ്പാളാണ്. ഇതിനൊരു നിയമപരമായ അടിത്തറ കൂടിയുണ്ട്. 1950 ഒപ്പുവെച്ച ഇൻഡോ നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ബലപ്പെടുത്താനാണ് ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ ബലത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് അതിർത്തി കടക്കാനും താമസിക്കാനും ജോലി ചെയ്യാനും എന്തിന് സ്വത്തുക്കൾ സമ്പാദിക്കാൻ പോലും നിയമപരമായ അവകാശങ്ങൾ ലഭിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ അതിർത്തിയുടെ ഭൂരിഭാഗവും കൃഷിഭൂമികളും വനപ്രദേശങ്ങളും പുഴകളും നിറഞ്ഞതാണ്. പലയിടങ്ങളിലും അതിർത്തി രേഖ എന്നത് വെറുമൊരു സാങ്കല്പിക വര മാത്രമാണ്. ഒരു വീടിൻ്റെ മുൻവശം ഇന്ത്യയിലും അടുക്കള നേപ്പാളിലും എന്ന രീതിയിൽ പോലും അതിർത്തി ഗ്രാമങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും കാരണം ഇവിടെ കർശനമായ വേലികൾ കെട്ടുകയോ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യുന്നത് പ്രായോഗികമായി അസാധ്യമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതാണ് കള്ളക്കടത്തുകാരും തീവ്രവാദികളും തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതും. സുരക്ഷാ വീഴ്ചകളുടെ ഏറ്റവും വലിയ കേന്ദ്രമായി നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു മാറിയിരിക്കുന്നു. കാഠ്മണ്ഡു ഹബ്ബ് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ റൂട്ട് അറിയപ്പെടുന്നത്. ഇതിന് പ്രധാനമായും ചില സാങ്കേതികവും രാഷ്ട്രീയവുമായ കാരണങ്ങളുമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് വരാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർശനമായ വിസ നടപടികളും സുരക്ഷാ പരിശോധനകളും നേരിടേണ്ടി വരും. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് നേരിട്ട് വിമാന സർവീസുകളുണ്ട്. പാകിസ്ഥാനിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ കാഠ്മണ്ഡുവിലെത്തുന്ന ഒരു ഭീകരവാദിക്ക് അവിടെ നിന്നും ലോക്കൽ ബസ്സിലോ ടാക്സിയിലോ കയറി വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ അതിർത്തിയിലെത്താം. കാഠ്മണ്ഡുവിലെ പാകിസ്ഥാൻ എംബസി കേന്ദ്രീകരിച്ച് ISI വിപുലമായ ഒരു ശൃംഖല തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നേപ്പാളിലെ ദുർബലമായ സുരക്ഷാ സംവിധാനങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും മുതലെടുത്ത് ഭീകരവാദികൾക്ക് ഒളിവിൽ കഴിയാനും ഇന്ത്യക്കെതിരായ ഗൂഢാലോചനകൾ നടത്താനുമുള്ള സുരക്ഷിതമായ ഒരിടമായി നേപ്പാൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. വ്യാജ പാസ്പോർട്ടുകൾ സംഘടിപ്പിക്കാനും കള്ളനോട്ടുകൾ വിതരണം ചെയ്യാനും റിക്രൂട്ട്മെൻറ്റ് നടത്താനും കാഠ്മണ്ഡു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് ഇതോടെ നിഷ്പ്രയാസം സാധിക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയെ ഞെട്ടിച്ച പല വമ്പൻ ഭീകരവാദികളുടെയും അറസ്റ്റുകൾ ഈ അതിർത്തിയുടെ അപകടാവസ്ഥ തെളിയിക്കുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ സഹസ്ഥാപകനായ യാസിൻ ഭത്കലിൻ്റെ അറസ്റ്റ്. 2013 ഓഗസ്റ്റിൽ ബീഹാറിലെ റെക്സോൾ അതിർത്തിയിൽ വെച്ചാണ് ഇന്ത്യൻ ഏജൻസികൾ അയാളെ പിടികൂടുന്നത്. എന്നാൽ അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ഇയാൾ നേപ്പാളിലെ പൊഖാറയിൽ ഒരു യുനാനി ഡോക്ടർ എന്ന വ്യാജേന സുരക്ഷിതമായി ജീവിക്കുകയായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ ഇന്ത്യയിലെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുകയും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു. നേപ്പാളിലെ ജീവിതം ഇയാൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇടയ്ക്കിടെയുള്ള യാത്രകൾക്കും പ്രവർത്തനങ്ങൾക്കും മറയായി നിന്നു. അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ ബോംബ് നിർമ്മാണ വിദഗ്ധനായ അബ്ദുൾ കരീം ടുണ്ട പിടിയിലായതും ഇതേ അതിർത്തിയിലാണ്. ഉത്തരാഖണ്ഡിലെ ബൻബാസ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോഴാണ് ടുണ്ട പിടിയിലായത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വിമാനമാർഗം എത്തിയ ഇയാൾ
അവിടെ നിന്ന് റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ കൈവശം അബ്ദുൽ ഖുദ്ദൂസ് എന്ന പേരിലുള്ള പാകിസ്ഥാൻ പാസ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് കുറ്റവാളികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പാതയായി ഇൻഡോ നേപ്പാൾ അതിർത്തി മാറിയിരിക്കുന്നു എന്നതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന റാഞ്ചലുകളിലൊന്നായ 1999 കാണ്ഡഹാർ വിമാന റാഞ്ചൽ നേപ്പാൾ വഴിയുള്ള സുരക്ഷാ ഭീഷണിയുടെ ആഴം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഭവമാണ്. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനമാണ് തീവ്രവാദികൾ റാഞ്ചിയത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു വിമാനത്തിനുള്ളിലേക്ക് തോക്കുകളും ഗ്രനേഡുകളും കത്തികളും എത്തിക്കാൻ തീവ്രവാദികൾക്ക് സാധിച്ചു എന്നത് നേപ്പാളിലെ സുരക്ഷാ പരിശോധനകളുടെ വൻ പരാജയമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ നേപ്പാളിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും റോഡ് മാർഗമുള്ള ഭീഷണി ഇപ്പോഴും വലിയൊരളവിൽ നിലനിൽക്കുന്നു എന്നതാണ് സത്യാവസ്ഥ. 2025-26 റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭീഷണിയുടെ സ്വഭാവം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ്. തീവ്രവാദികൾക്ക് പുറമെ ചാരപ്രവർത്തനങ്ങൾക്കായി ഈ റൂട്ട് ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. 2025 തുടക്കത്തിൽ മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ചൈനീസ് പൗരനായ പെങ് മിൻഹൂയി എന്ന ചാരനെ ഉത്തർപ്രദേശിലെ മഹാരാജഗഞ്ചിലുള്ള സോനൌലി അതിർത്തിയിൽ വെച്ച് സശസ്ത്ര സീമാ ബൽ അഥവാ SSB പിടികൂടിയത് ഇതിനുദാഹരണമാണ്. ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ നേപ്പാൾ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല 2025 നവംബറിൽ ഉത്തർപ്രദേശിലെ ബെഹ്റൈച്ച് അതിർത്തിയിൽ വെച്ച് മറ്റൊരു ചൈനീസ് പൗരനായ ലിയു ക്യുൻജിങ് എന്ന ചാരനെ പിടികൂടിയിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ സുരക്ഷാസേന കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2024 ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സോനൌലിയിൽ വെച്ച് നടത്തിയ നിർണായകമായ നീക്കത്തിൽ ഹിസ്ബുൾ മുജാഹിദീൻ ബന്ധമുള്ള ഭീകരരെ പിടികൂടിയത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടെത്തിയ പാക് പൗരന്മാരായ മുഹമ്മദ് അൽതാഫ് ഭട്ട്, സയ്യിദ് ഗസൻഫർ എന്നിവരെയും ഇവർക്ക് സഹായം നൽകിയ ജമ്മു കാശ്മീർ സ്വദേശി നാസിർ അലിയെയുമാണ് അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഹിസ്ബുൾ മുജാഹിദീൻ ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം ലഭിച്ച ഇവർ വ്യാജ ഇന്ത്യൻ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് അതിർത്തി സുരക്ഷയിലെ വെല്ലുവിളികൾ എത്രത്തോളം ഗൗരവകരമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനായ നസീർ അഹമ്മദിൻ്റെ അറസ്റ്റ്. കാശ്മീരിലെ സുരക്ഷാ വേലികൾ ഭേദിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ ഭീകര സംഘടനകൾ നേപ്പാൾ റൂട്ട് എത്രത്തോളം തന്ത്രപരമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണിത്. ഇത്തവണ അവർ തെരഞ്ഞെടുത്തത് മതപുരോഹിതൻ്റെയോ ടൂറിസ്റ്റിൻ്റെയോ വേഷമായിരുന്നില്ല, മറിച്ച് അതിർത്തി ഗ്രാമങ്ങളിൽ സർവ്വസാധാരണമായ കമ്പിളി കച്ചവടക്കാരൻ്റെ വേഷമായിരുന്നു. കാശ്മീരിലെ ബാരാമുള്ള സ്വദേശിയായ നസീർ അഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ തീവ്രവാദ പരിശീലനം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ഇയാൾ തിരഞ്ഞെടുത്തത് വളഞ്ഞ വഴിയായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് UAE പോയ നസീർ അവിടെ നിന്ന് ഒരു സാധാരണ പ്രവാസി എന്ന വ്യാജേന കാഠ്മണ്ഡുവിലേക്ക് വിമാനമാർഗമെത്തി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് നേപ്പാൾ വിമാനത്താവളത്തിൽ ലഭിക്കുന്ന താരതമ്യേന കുറഞ്ഞ സുരക്ഷാ പരിശോധന ഇയാൾ മുതലെടുത്തു. കാഠ്മണ്ഡുവിലെത്തിയ ശേഷം പ്രാദേശിക കള്ളക്കടത്തുകാരുടെ സഹായത്തോടെ ഇയാൾ നേപ്പാളി നിർമ്മിത കമ്പിളി പുതപ്പുകളും കാർപ്പറ്റുകളും സംഘടിപ്പിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ ശൈത്യകാലത്ത് കമ്പിളി വിൽക്കാൻ വരുന്ന കച്ചവടക്കാർ ധാരാളമുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായി തലയിലൊരു കെട്ടും തോളിലൊരു ഭാണ്ഡവുമായി നസീർ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ SSBയുടെ ഇൻ്റലിജൻസ് വിഭാഗം നൽകിയ കൃത്യമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ കുടുങ്ങി. പുറമേ സാധാരണ കച്ചവടക്കാരനായി തോന്നിച്ചെങ്കിലും ഇയാളുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും ചോദ്യം ചെയ്യലിൽ നൽകിയ പരസ്പര വിരുദ്ധമായ മറുപടികളും ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കുകയായിരുന്നു. ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളുമായാണ് ഇയാൾ എത്തിയതെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ഇൻഡോ നേപ്പാൾ അതിർത്തിയിലെ ഓരോ വഴിയും ഓരോ കഥയാണ് പറയുന്നത്. അശ്രദ്ധയുടെയും അപകടത്തിൻ്റെയും നുഴഞ്ഞുകയറ്റത്തിൻ്റെയും കഥകൾ. റെക്സോളിലെ പൊടിപടലങ്ങൾക്കും സൊനൌലിയിലെ ടൂറിസ്റ്റ് തിരക്കിനും ബൻബാസയിലെ നിശബ്ദതയ്ക്കുമിടയിൽ ഇന്ത്യയുടെ സുരക്ഷ ഓരോ നിമിഷവും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ പേരിൽ കണ്ടയ്ക്കാൻ കഴിയാത്ത, എന്നാൽ ശത്രുതയുടെ പേരിൽ വേലി കെട്ടിത്തിരിക്കാൻ കഴിയാത്ത ഒരു സങ്കീർണമായ രാഷ്ട്രീയ ഭൂമിശാസ്ത്ര സമസ്യയായി നേപ്പാൾ അതിർത്തി ഇന്നും തുടരുകയാണ്.